അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എനിക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള കാര്യം സംസുലമയെ പറ്റിയാണ്. മഹാനായ ശൈഖുനാ സംസുലമ ആ ഉദാഹരണത്തിൽ കൂടെയാണ് ഞങ്ങൾ ഇസ്ലാമിൽ വന്നത്. അല്ലെങ്കിൽ വരാൻ കഴിയില്ല. ഞങ്ങൾ പിടിച്ചതാണ് എല്ലാത്തിനും ശരി എന്ന് പറഞ്ഞൊരു കാലഘട്ടങ്ങളിൽ ഞങ്ങൾ കൊണ്ടു നടന്നിരുന്നു. ക്രിസ്ത്യൻ മതത്തില് 1959 പട്ടം കിട്ടി അച്ഛനായിട്ട് ജോലി ചെയ്തത് മാത്രമല്ല, അവര് അച്ഛന്മാരുടെ അസോസിയേഷന്റെ സെക്രട്ടറിയും, അതേമാതിരി നാം 3-4 പ്രാവശ്യം വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പാനെയുമായിട്ട് സന്ദർശിച്ചും പല ക്ലാസുകളിലും പ്രൈസ് വാങ്ങിച്ച ആളാണ്. ബൈബിൾ കാണാപ്പാണ്. ഇപ്പോൾ അച്ഛന്മാർ എവിടെ നിന്ന് ചോദിച്ചു തന്നാലും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല, മറുപടി കൊടുക്കാൻ കഴിയും. ഞാൻ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു? എനിക്കെന്താ ഒരു കുറവ്? നല്ല ജോലിയാണ്, നല്ല ശമ്പളമാണ്, എന്റെ വീട്ടിൽ സമ്പത്തുണ്ട്. അതെല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ ഇതിൽ വന്നത് എന്തുകൊണ്ട്? ആ മഹാനായ ശൈഖുനാ സംസുലമ മഹാനവറുകളുടെ ചില വാക്കിന്റെയും ആ വാക്കിന് പരാജയപ്പെട്ടതും കൊണ്ടാണ് ഞങ്ങളിതിൽ വന്നത്. എന്തുകൊണ്ട്? സഹോദരന്മാരെ, ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റാൻ നടന്നവനാണ് ഞാൻ. മാറ്റി എടക്കര എന്ന് പറയുന്ന സ്ഥലത്ത്, നിലമ്പൂര്, എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ ആ പ്രദേശങ്ങളിലിരുന്ന 68 മുസ്ലിം കുടുംബത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് മതം മാറ്റിയവനാണ് ഞാൻ. അന്ന് എന്റെ പേര് ജോൺ മുണ്ടക്കനാണ്. എന്റെ കൂടെ കുറച്ച് ഫാദർമാരും ഉണ്ടായിരുന്നു. അറബി അറിയാത്ത ഞങ്ങൾ അറബി അറിയുന്ന ഒരാളിനെ കിട്ടി. ഒരു ഫാദർ അലബി എന്ന് പറയുന്ന മുസ്ലിമാണ്. മലപ്പുറം ജില്ലയിൽ ഒതുക്കിങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരുത്തനാണ്. അവൻ ഒരു കാലത്ത് പട്ടിക്കാട് ജാമ്യയിൽ ഓതിയിട്ടിരുന്നതാണ്. മഹാനായ ശൈഖുനാ സംസുലമയെ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ്. നമ്മളമാരിയല്ല. നമ്മളമാരി ഒരാളിന് മുഖത്ത് നോക്കി തീർന്ന അവൻ ഇന്ന ആളാണ്, ഇന്ന സൈസാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. മഹാനവറുകൾ കണ്ടുപിടിച്ചു, അവനെ പുറത്താക്കി. അവൻ അങ്ങനെ നടക്കുമ്പോഴാണ് ഞാൻ മഞ്ചേരിയിൽ വെച്ചിട്ട് 74 അവനെ ഞാൻ കസ്റ്റഡിയിലിട്ടു. പണം കൊടുത്തു, വേണ്ട വാഗ്ദാനങ്ങൾക്ക് ചെയ്തു. എടക്കര പുഴയെന്ന് ഞാൻ മാമോദീസ മുക്കി ക്രിസ്ത്യൻസാക്കി യോസഫ് എന്ന് പേരിട്ടവൻ ഞാനാണ്. വണ്ടൂര് ഒരു സാഹിബിന്റെ കർണാടക ആസ്പത്രിയുണ്ട്, ജർമ്മനിക്കാരുടെ. അയാളും ഞാനും കൂടെ ഞങ്ങളെല്ലാം അതിനെപ്പറ്റി യോഗം കൂടി അതിനുവേണ്ടി തീരുമാനം എടുത്തുകൊണ്ട് മഞ്ചേരിയിൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി. അത് മർക്കത്തിൽ പിസാറ. അതുണ്ടാക്കിയിട്ട് അവനവിടെ ഇരുത്തി. അലവീന അവൻ അറബി ആയത്ത് കൊടുത്ത് ബുക്കുകൾ ഇറക്കും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെയായിട്ട് ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. ആ വേറെ അറിഞ്ഞ സംസുലമ മഞ്ചേരി സവാളിൽ വന്നുകൊണ്ട് ഞങ്ങൾക്കൊരു കത്ത് വിട്ട് ഞങ്ങളെല്ലാവരും അവിടെ ചെന്നു. ചെന്നപ്പോ ഞങ്ങൾക്കൊരു നിർദ്ദേശം, ഒരു വാർണിംഗ് തന്നായിരുന്നു. ഞങ്ങളൊന്ന് വലിയ അഹങ്കാരിയായിട്ട് നടക്കുകയായിരുന്നു. കാരണം പള്ളിയിലച്ഛനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എല്ലാം ഞങ്ങളുടെ കയ്യിലാണ്. കാരണം ഈ ജനങ്ങൾക്ക് പാവം പുറത്തു കൊടുക്കുക, എന്ത് തെറ്റോ കുറ്റങ്ങളോ പാവങ്ങളൊക്കെ ചെയ്താൽ ഞങ്ങൾ പുറത്തു കൊടുക്കും. മനസ്സിലാക്കണം, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അച്ഛന്മാരാണ്. കാരണം അവന്റെ തലയിലുള്ള പാവമൊക്കെ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ അഹങ്കാരത്തിൽ നടന്നവരാണ് ഞങ്ങൾ. ഒരു കാലത്ത് സംസുലമ സവാളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിവിടെ നിന്ന് പോകണം, ഇവിടെ ജബൂറും തൗറാത്തും ഇഞ്ചിയിലും കൊടുക്കാനൊക്കെ ഞങ്ങൾക്ക് തിരിയും, നിങ്ങളിവിടെ പ്രവർത്തിക്കേണ്ട, വേഗം തലം വിട്ടോളാൻ പറഞ്ഞു. മനസ്സിലാക്കണം, അന്ന് ഞങ്ങൾ കണക്കാക്കിയിട്ട് ഒരു പഴഞ്ചൻ മൗലിയാര് ഒരു താടിയും തലയും കെട്ടുമല്ലാതെ എന്താ അദ്ദേഹത്തിന് അറിയാം എന്ന് ഞങ്ങൾ വളരെ പുച്ഛമായിട്ട് കണക്കിലെടുത്തു. 1979 മുതൽ 80 വരയ്ക്ക് എടക്കര, വഴിക്കടവ്, ചുങ്കത്തറ, നിലമ്പൂര്, കർലായി, പൂക്കോട്ടമ്പാടം ആ സൈഡിൽ നിന്നൊക്കെ 68 മുസ്ലിം കുടുംബത്തിനെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പണം കൊടുത്തിട്ടും വീട് വെച്ചു കൊടുത്തിട്ടും അവരെ ഇങ്ങോട്ട് മാറ്റിയെടുത്തും കൊണ്ട് അവിടെ നിന്ന് ഞങ്ങൾ വെല്ലുവിളിച്ചതാണ്. ഇഞ്ചിയിലുള്ള ഗ്രന്ഥത്തിന്റെ സുറിയാനി ഭാഷയിൽ മറുപടി തരാൻ വല്ല പണ്ഡിതന്മാരുണ്ടോ?
ആ വെല്ലുവിളി നേരിട്ട് വന്നാണ് മഹാനായ തേക്കിനാർ തംസുലമ. അദ്ദേഹത്തിന് സുറിയാനി അറിയില്ല. അദ്ദേഹത്തിന് എന്തറിയാം? ഒന്നും അറിയില്ല. സുറിയാനിയിൽ അദ്ദേഹത്തിന് മറിച്ചിടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ വളരെ ഇതാണ്. ഞങ്ങൾ പറഞ്ഞിരുന്ന ഇതാണ്, ഇവിടെ ജബൂറും തൗറാത്തും ഇഞ്ചീലും കുറിക്കാനൊക്കെ 4 ഗ്രന്ഥവും 100 ഏടുകളും അള്ളാഹുത്താല ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതില് ഇഞ്ചിയിലുള്ള ഗ്രന്ഥം ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇറക്കി കൊടുത്തത് അത് സുറിയാനി ഭാഷയിലാണ്. ആ സുറിയാനിയിൽ വേണം പാഠം എന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്ന പുതിയ സുറിയാനി ഗ്രന്ഥം വെച്ചുകൊണ്ട് ഞങ്ങൾ വാങ്ങി. മഹാനായ തംസുലമ എടുത്ത പഴയ സുറിയാനി ഗ്രന്ഥമാണ്. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പക്ഷേ പുതിയതിലെ അവസാനത്തെ നബി ഏതാന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ യേശുവാണ്, ഈശയാണ് അവസാനത്തെ നബി. ഈശേനെ എവിടെയാ പ്രസവിച്ചെന്ന് ചോദിച്ചു. കന്യാളെ കെട്ടുന്ന കാലിത്തൊഴുത്തിലാന്ന് പറഞ്ഞു, ആട്ടിടയന്മാരുടെ ഇടയ്ക്ക്. എവിടെ നിന്റെ ഗ്രന്ഥം? കൊണ്ട് കൊടുത്തു. കേൾക്കനാക്കി ഒരു പേജ് മാത്രം. ആ ഗ്രന്ഥം ഇങ്ങനെ മറച്ചിങ്ങനെ നോക്കിയിട്ട് വലിച്ചങ്ങോട്ട് എറിഞ്ഞു. അതല്ലടോ, എന്റെ അടുത്തുണ്ടോ ഗ്രന്ഥം? നീ അടുത്തു വാ, ഇത് വായിച്ചിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ആ ഗ്രന്ഥം നോക്കുന്ന സമയത്ത് അവസാനത്തെ നബി അതല്ല, ലൂതൻ ലുക്കർത്ത് ലൂത്ത ലുഹൂതി ആദൽ ഈസ, പുതിയതാ. അതാണ് അവരുടെ പുതിയത്. പഴയതിലോ മകർത്തി മാസൽ മുഹൂദി ആദർ റീഖൽ അഹമ്മദ്. അഹമ്മദ് എന്ന് എവിടെ നോക്കിയാലും കാണാം. ആരുടെ പേര്? അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് അഹമ്മദ് എന്ന് ഞങ്ങൾ കണ്ടു. അത് മനസ്സിലാക്കി ഞാൻ. അങ്ങനെ ഞങ്ങൾ ഒരു 5 മണിക്കൂർ നേരം അവിടെ ഇടക്കരയിൽ വാദപ്രതിവാദത്തിന് ഞങ്ങൾ പരാജയപ്പെട്ടു. എന്റെ സഹോദരന്മാരെ ഞാൻ ചുരുക്കി കൊണ്ടുവരികയാണ്. പരാജയപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കോടതിയിൽ ഒപ്പിടാൻ പറഞ്ഞു. മലപ്പുറം ജില്ല എന്നല്ല പ്രദേശങ്ങളിൽ നിന്ന് എവിടെയും മുസ്ലിം സമുദായത്തിന് ക്രിസ്ത്യൻ മതത്തിൽ മതം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ഒപ്പിടാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നിയത് വേറൊരു വിഷയമാണ്. ക്രിസ്ത്യൻ സമുദായത്തിന്റെ അതേ സുറിയാനിയാണ് മറ്റതും. അതും സുറിയാനി, ഇതും സുറിയാനി. പക്ഷെ ഇതിലുള്ള അതിലില്ല, അതിലുള്ള ഇതിലില്ല. ഇവിടെ ഇന്ത്യയിൽ പ്രിന്റിംഗ് ഇല്ല. ലോകത്ത് 3 സ്ഥലത്തേ പ്രിന്റിംഗ് ഉള്ളൂ. അപ്പൊ അദ്ദേഹത്തിന് എങ്ങനെ കിട്ടി? അതാണ് എന്റെ ഇത്. ഏതായിരുന്നാലും ചോദ്യം ചോദിക്കാം എന്നുള്ള വെച്ചുകൊണ്ട് മഹാനവരുടെ അടുത്ത് ഞാൻ ചോദിച്ചാൽ ഇതായിരുന്നു, ഉസ്താദെ എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളതിന് എനിക്ക് മറുപടി കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ള തീരുമാനം ഞാൻ എടുക്കുമെന്ന് പറഞ്ഞു. ചോദിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഉസ്താദ് ഇവിടെ 1.25 ലക്ഷം അമ്പ്യാക്കന്മാർ വന്നിട്ടുണ്ടല്ലേ? അതെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് ഔലിയാക്കന്മാർ വന്നിട്ടുണ്ട്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരുപാട് അടിമകളൊക്കെ അവിടെ വന്നിട്ടുണ്ട് അല്ലേ? അതെ. എന്നാൽ അവരൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിരുന്നു അപ്പോ യഹോവയുടെ കൈ നീട്ടിയാൽ അതിന് അപ്പോ ഉത്തരം കൊടുക്കും. എന്നാൽ ഞാൻ നിങ്ങളെപ്പറ്റി കേട്ടിട്ടുണ്ട്, സംസുലമ 4-ാം വേദത്തിലെ ഏറ്റവും ഒരു ഉന്നതമായിട്ടുള്ള പണ്ഡിതനെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സംസുലമ എന്ന് പറഞ്ഞാൽ അറിയുന്നവർക്ക് അറിവും, അറിയാത്തവർക്ക് അറിയില്ല. അത് പ്രകാശമാണ്, സൂര്യൻ. അങ്ങനെയുള്ള നിങ്ങളുടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു മരണപ്പെട്ടുപോയ ഒരു മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുവന്ന ഉസ്താദിന്റെ മുന്നിൽ ഞാൻ കിടത്തും. ഒരു മരണപ്പെട്ടുപോയ ഒരു മനുഷ്യന്റെ മൃതദേഹം കൊണ്ടുവന്ന ഉസ്താദിന്റെ അടുത്ത് ഞാൻ കിടത്തും. ആ മൃതദേഹത്തിനെ കൊണ്ട് ഉസ്താദിനെ സംസാരിക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യം ഞാൻ അവിടെ വെച്ചപ്പോ മഹാനവറുകൾ ആ മൈക്കിന്റെ അടുത്ത് നിന്ന് പെട്ടെന്ന് ആ കസേരയിലിരിക്കുകയും 2 കൈയും ഇങ്ങനെ വെച്ച് തലയും കുനിഞ്ഞൊരു 10 മിനിറ്റ് നേരം ആ ഇരുത്തം അവിടെ ഇരിക്കുകയായിരുന്നു. ആ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എണീറ്റ് മൈക്കിന്റെ അടുത്ത് നിന്നുകൊണ്ട് പറഞ്ഞു, എവിടെയോ നിന്റെ മരണപ്പെട്ടു പോയാളുടെ മൃതദേഹം, അതുകൊണ്ടുവന്ന് എന്റെ മുന്നിൽ കിടത്ത്, അതിനെ കൊണ്ട് ഞാൻ സംസാരിക്കാൻ കഴിയുമോ ഇല്ലെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ആകപ്പാടെ വെപ്രാളപ്പെട്ടു, വേദനപ്പെട്ടു. കാരണം അവിടുന്ന് രാത്രി 3:45 മണിക്ക് എവിടെന്നാ ഒരു മരിച്ചയാളുടെ മൃതദേഹം കിട്ടുക? അല്ലെങ്കിൽ ഒരുത്തന്നെ തല്ലിക്കൊന്ന് കൊണ്ടുവരണ്ടേ? അങ്ങനെ കൊണ്ടുവന്നാൽ തന്നെ ആ നേരത്തെ ഉസ്താദിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയും എന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ്. ഞാൻ പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം ആ 10 മിനിറ്റ് നേരം ആ ഇരുത്തവും ആ കൈകെട്ടി ഇരുത്തം ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് യൂഹിക്കാൻ കഴിയും. മനസ്സിലാക്കണം. ആര് ഞങ്ങൾ പരാജയപ്പെട്ടതാണ്. പിറ്റേ ദിവസം എറണാകുളത്ത് വെച്ച് എന്റെ നേതാക്കന്മാരുമായിട്ട് ഞാൻ ചോദ്യം ചെയ്തു.
കർണാടകത്തിൽ കൂടിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി ചോദ്യം ചെയ്തു. ആ 4-ാം വയസ്സിൽ പറഞ്ഞ പണ്ഡിതൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ചോദിച്ചോ പറഞ്ഞ് നിങ്ങളെ ചോദ്യങ്ങളൊന്നും ഇങ്ങോട്ട് ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അവര് പറയുന്നത് പ്രവർത്തിക്കണം. അതുകൊണ്ട് നിങ്ങളിപ്പോ ചോദിക്കണ്ട. നിങ്ങളെ 83 വത്തിക്കാനിലേക്ക് പോയി മാർപ്പാപ്പനെ കണ്ടു വന്നു കഴിഞ്ഞതിന് ശേഷം മറുപടി തരാം ഞങ്ങൾ അവിടെ അമർത്തി വെച്ചു. ഞാൻ അങ്ങനെ എന്റെ വീട്ടിൽ ചെന്നു. എന്റെ വീട്ടിൽ ചെന്നും കൊണ്ട് എന്റെ അടുത്തുണ്ട് പഴയ സുറിയാനി ഗ്രന്ഥവും സംസ്കൃതം അടുത്തുള്ള അതേമാതിരിയുള്ള പഴയതും. അത് ഇപ്പോഴും എന്റെ കൈവശമുണ്ട്. ഇപ്പോഴും എന്റെ ഇതിലായിരിക്കുന്നത്. അത് ഞാൻ പല സ്ഥലത്ത് സൂചിച്ചിരിക്കുകയാണ്. കാരണം ഇവര് നസ്രാണികൾ വന്ന് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചാൽ പെട്ടെന്ന് മടക്കാനുള്ള ഗ്രന്ഥം എന്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. അതാണ് മുണ്ടയ്ക്കൻ ധൈര്യത്തോടെ നടക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങള്.